സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ്. സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം ഒരു താങ്ങും തണലുമായി അവർ കൂടെയുണ്ടാകും. എന്നാൽ സുഹൃത്തിന് വിഷാദരോഗം പോലുള്ള മാനസിക രോഗ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അത് നിങ്ങളെയും വേദനിപ്പിക്കും. വിഷാദരോഗം ഒരു സാധാരണ മാനസികാവസ്ഥയല്ലെന്നും അത് വ്യക്തിയുടെ ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റത്തെയും സാരമായി ബാധിക്കുമെന്നും ഓർക്കുക. ഒരു സുഹൃത്ത് വിഷാദത്തിലായിരിക്കുമ്പോൾ നിങ്ങളത് തിരിച്ചറിയുകയും അവർക്ക് ആവശ്യമായ സഹായം നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിഷാദരോഗത്തിന്റെ 10 പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിഷാദരോഗത്തിന്റെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളിലൊന്നാണ് എപ്പോഴും ദുഃഖിതനായി കാണപ്പെടുക എന്നത്. കാര്യമായ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ സുഹൃത്ത് സങ്കടത്തിലായിരിക്കാം. അവരുടെ മുഖത്ത് എപ്പോഴും ഒരുതരം മ്ലാനതയും നിസ്സംഗതയും കാണാൻ സാധ്യതയുണ്ട്. സന്തോഷകരമായ സാഹചര്യങ്ങളിൽ പോലും അവർക്ക് സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ അവസ്ഥ ദിവസങ്ങളോളം നീണ്ടു നിൽക്കാം. ചിലപ്പോൾ അവർക്ക് തങ്ങളുടെ ദുഃഖം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ അവരുടെ പെരുമാറ്റത്തിൽ നിന്നും അത് വ്യക്തമാകും. രണ്ടാമത്തെ ലക്ഷണം സന്തോഷമില്ലായ്മയാണ്. മുൻപ് ഏറെ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ പോലും താല്പര്യം കാണിക്കാതിരിക്കുക എന്നത് വിഷാദരോഗത്തിൻ്റെ മറ്റൊരു പ്രധാന ലക്ഷണമാണ്. ഹോബികൾ, കൂട്ടുകാരുമായുള്ള ഒത്തുചേരലുകൾ, സിനിമ കാണൽ, യാത്രകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർക്ക് വിരക്തി അനുഭവപ്പെടാം. ഒരു കാലത്ത് അവരെ സന്തോഷിപ്പിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അവർക്കൊരു താല്പര്യവും നൽകുന്നില്ല എന്ന് വരാം. ഇത് അവരുടെ സാമൂഹിക ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും പ്രതികൂലമായി ബാധിക്കാം. മൂന്നാമത്തേത്, വിഷാദരോഗം ഒരാളുടെ ഭക്ഷണ രീതിയെയും ശരീരഭാരത്തെയും കാര്യമായി സ്വാധീനിക്കും. ചില ആളുകൾക്ക് വിശപ്പ് തീരെ ഇല്ലാതാവുകയും അത് ശരീരഭാരം കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. മറ്റു ചിലർക്കാകട്ടെ അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള പ്രവണത കാണിക്കുകയും അത് ശരീരഭാരം കൂടുന്നതിന് ഇടയാക്കുകയും ചെയ്യും. ഈ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് വിഷാദരോഗത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കാം. 4, ഉറക്കമില്ലായ്മയാണ്. ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ അമിതമായി ഉറങ്ങുക എന്നിവ വിഷാദരോഗം ബാധിച്ചവരിൽ സാധാരണയായി കാണുന്ന ലക്ഷണങ്ങളാണ്. ചിലർക്ക് രാത്രിയിൽ ഉറക്കം വരാത്ത അവസ്ഥയുണ്ടാകാം. മറ്റു ചിലർക്ക് പകൽ സമയത്തും അമിതമായി ഉറക്കം തൂങ്ങുന്ന അവസ്ഥയും ഉണ്ടാകാം. ഉറക്കത്തിൻ്റെ രീതിയിലുള്ള ഈ വ്യതിയാനങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തെയും കാര്യക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കും. 5, കാര്യമായ ജോലിയൊന്നും ചെയ്യാതെ തന്നെ എപ്പോഴും ക്ഷീണിതനായി കാണപ്പെടുക എന്നത് വിഷാദരോഗത്തിൻ്റെ ലക്ഷണമാണ്. എപ്പോഴും തളർച്ചയും ഊർജ്ജമില്ലായ്മയും അനുഭവപ്പെടാം. ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പോലും അവർക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. ഇത് അവരുടെ ദൈനംദിന കാര്യങ്ങളെയും ജോലിയെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. 6, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. വിഷാദരോഗം ഓർമ്മശക്തിയെയും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെയും പ്രതികൂലമായി ബാധിക്കാം. നിങ്ങളുടെ സുഹൃത്തിന് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. സംഭാഷണങ്ങളിൽ ശ്രദ്ധയില്ലാതിരിക്കുക, കാര്യങ്ങൾ ഓർമ്മിക്കാൻ ബുദ്ധിമുട്ട് നേരിടുക, തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസപ്പെടുക എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതവരുടെ പഠനത്തെയും ജോലിയെയും പ്രകടനത്തെയും ബാധിക്കാം. 7, കാരണമില്ലാതെ സ്വയം കുറ്റപ്പെടുത്തുകയും താനൊന്നിനും കൊള്ളാത്തവനാണെന്ന തോന്നൽ ഉണ്ടാകുകയും ചെയ്യുന്നത് വിഷാദരോഗത്തിൻ്റെ ലക്ഷണമാണ്. ചെറിയ തെറ്റുകൾക്ക് പോലും അമിതമായി സ്വയം പഴിക്കുകയും തങ്ങളെക്കുറിച്ച് മോശമായി ചിന്തിക്കുകയും ചെയ്യാം. ഈ നെഗറ്റീവ് ചിന്തകൾ അവരുടെ ആത്മവിശ്വാസത്തെയും മനോവീര്യത്തെയും തകർക്കും. 8, ചില ആളുകളിൽ വിഷാദരോഗം അസ്വസ്ഥതയുടെയും വെപ്രാളത്തിൻ്റെയും രൂപത്തിൽ പ്രകടമാകാം. അവർക്ക് ഒരിടത്ത് സ്വസ്ഥമായി ഇരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കൈകാലുകൾ അനക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കാം. ഇതവരുടെ മാനസിക പിരിമുറുക്കത്തെയും അസ്വസ്ഥതയും സൂചിപ്പിക്കുന്നു. 9, ഗുരുതരമായ വിഷാദരോഗമുള്ളവരിൽ മരണത്തെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചുമുള്ള ചിന്തകളുണ്ടാകാം. ജീവിതം അവസാനിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന തോന്നലുകൾ അവരിൽ ശക്തമായി ഉണ്ടാകും. ഇങ്ങനെയുള്ള സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ അത് വളരെ ഗൗരവമായി കാണുകയും ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ സഹായം തേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 10, വിഷാദരോഗം ബാധിച്ച വ്യക്തികൾ പതിയെ സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങും. കൂട്ടുകാരുമായി സംസാരിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും അവർക്ക് താല്പര്യമില്ലാതാകും. തനിച്ചിരിക്കാനും ഒഴിഞ്ഞു മാറാനും അവർ കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കാം. അത് അവരുടെ ഏകാന്തത വർദ്ധിപ്പിക്കുകയും വിഷാദരോഗം കൂടുതൽ ഗുരുതരമാക്കുകയും ചെയ്യും. വിഷമം തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഹോബികൾക്കായി സമയം കണ്ടെത്തുക എന്നതാണ് ചെയ്യേണ്ടത്. എത്ര വിചിത്രമായി തോന്നിയാലും ആനന്ദം ആസ്വദിക്കാൻ നിങ്ങൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അവ ഒരു ഭാരമായി തോന്നിയാലും നിങ്ങൾ മുമ്പ് ആസ്വദിച്ചിരുന്ന പ്രവർത്തനങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. വീഡിയോകൾ കാണുന്നത് തുടരുകയും ചെയ്യുക. ഒരു സുഹൃത്തിൽ ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും ചിലത് കാണുകയാണെങ്കിൽ അവരെ ശ്രദ്ധിക്കുകയും അവർക്ക് താങ്ങും തണലുമായി നിൽക്കുകയും ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. അവരുടെ അവസ്ഥയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക.
ഒരു ഡോക്ടറെ കാണുന്നതിന് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും അവർക്ക് ഈ അവസ്ഥയെ മറികടക്കാൻ ഒരുപാട് സഹായിക്കും. ഓർക്കുക, വിഷാദരോഗം ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ സഹായത്തിലൂടെ നിങ്ങളുടെ സുഹൃത്തിന് സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. വെറും ഒരു ദിവസത്തെ മോശം മൂഡിനെ അല്ല വിഷാദരോഗം എന്ന് പറയുന്നത്. ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന സ്ഥിരമായൊരു ദുഃഖാവസ്ഥയാണിത്. ചിലപ്പോൾ പ്രത്യേക കാരണമൊന്നുമില്ലാതെ തന്നെ അവർക്ക് ദുഃഖം അനുഭവപ്പെട്ടേക്കാം. ഉള്ളിലൊരു ശൂന്യതയും ഒഴിഞ്ഞതുപോലെയുമുള്ള തോന്നൽ നിരന്തരം അലട്ടിയേക്കാം. ഈ അവസ്ഥ സാധാരണ ദുഃഖത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. സാധാരണ ദുഃഖം ഒരു പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കാം. എന്നാൽ വിഷാദരോഗത്തിലെ ദുഃഖത്തിന് വ്യക്തമായ കാരണമുണ്ടെന്ന് വരില്ല. അല്ലെങ്കിൽ കാരണം ചെറുതായിരുന്നിട്ടും ദുഃഖത്തിന്റെ ആഴം വളരെ വലുതായിരിക്കാം. വിഷാദരോഗം മടിയല്ല എന്ന് നമ്മൾ പറഞ്ഞു. അവർക്ക് ആ കാര്യങ്ങൾ ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് താല്പര്യം നഷ്ടപ്പെടുന്നത്. ഇത് അവരുടെ ജീവിതത്തിന്റെ ഗുണനിലവാരത്തെ സാരമായി ബാധിക്കും. ചില ആളുകളിൽ വിഷാദരോഗം ശാന്തതയില്ലാത്ത അവസ്ഥയായി പ്രകടമാകാം. അവർക്ക് ഒരിടത്ത് സ്വസ്ഥമായി ഇരിക്കാനോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. അസ്വസ്ഥത കാരണം കൈകാലുകൾ അനക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, മുടിയിൽ പിടിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇതോടനുബന്ധിച്ച ലക്ഷണങ്ങളോ കാണിക്കാം. അതോടൊപ്പം അവർക്കൊരു സ്ഥലത്ത് ദീർഘനേരം ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ഈ ലക്ഷണങ്ങളെല്ലാം വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാകണമെന്നില്ല. ലൈഫിൻ്റെ ഒരു ലോ ഫേസ് ആകാനും സാധ്യതയുണ്ട്. ലക്ഷണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്ത രീതിയിൽ പ്രകടമാകാം. ചിലർക്ക് 1-2 ലക്ഷണങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. മറ്റു ചിലർക്ക് കൂടുതൽ ലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഈ ലക്ഷണങ്ങൾ കാണുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് വിഷാദരോഗമുണ്ടെന്ന് ഉറപ്പിക്കാൻ കഴിയുകയുമില്ല. കൃത്യമായ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി ഒരു യോഗ്യതയുള്ള മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോയിലൂടെ ഒരു അവയർനെസ് മാത്രമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തിൽ ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. അവരെ മനസ്സിലാക്കുക. അവർക്ക് പിന്തുണ നൽകുക. കൂടാതെ ഒരു ഡോക്ടറെ കാണുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ കരുതലും സ്നേഹവും അവർക്ക് ഈ അവസ്ഥയെ തരണം ചെയ്യാൻ ഒരുപാട് പ്രചോദനമാകും.